ഹായ് ഫ്രണ്ട്സ്, കുറഞ്ഞ ചേരുവകൾ വെച്ച് സ്പോഞ്ചിയായ നല്ലൊരു ഫില്ലിങ്ങോട് കൂടിയ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കാം. ഇന്ന് ഹെൽത്തിയായ ഈ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഇതിന് വേണ്ടിയത് റവയാണ്. ഒരു ഗ്ലാസ് റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. വറുത്ത റവയോ വറുക്കാത്തതോ എടുക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ നിറച്ചും പഞ്ചസാരയും 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലൊഴിച്ച് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. പാക്കറ്റിൽ വരുന്ന പാലാണിത്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഇതിനൊരു ഫില്ലിങ് റെഡിയാക്കാം. ചൂടായ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് ഡെസിഗേറ്റ് കോക്കനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടറും തേങ്ങയും കൂടി മിക്സായി വരുന്നത് വരെ ഇത് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം മീഡിയത്തിലായിരിക്കണം. പച്ചത്തേങ്ങയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ വെള്ളമയം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഈ ബട്ടറും തേങ്ങയും നന്നായി മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇത് റോബസ്റ്റ പഴമാണ്, ചെറുപഴം ആയാലും മതി. ഇനി ഈ പഴം കൂടി ഒന്ന് ചൂടായി വരണം. പഴം നന്നായി മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഇട്ട് കൊടുക്കാം. ഇത് കല്ലും മണ്ണും ഒന്നുമില്ലാത്ത നല്ല ശർക്കരയാണ്, അതുകൊണ്ടാണ് ഇത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നത്. റവ എടുത്ത അതേ ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് ശർക്കരയാണിത്. മധുരം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഈ ശർക്കര മെൽട്ടായി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ശർക്കര മെൽട്ടായി വരുമ്പോൾ ഉണ്ടാകുന്ന ആ വെള്ളമയം മതി. പഴവും കൂടി സോഫ്റ്റ് ആകുമ്പം കുറച്ച് വെള്ളമയം വരുമല്ലോ, അത്രയേ ആവശ്യമുള്ളൂ ഇതിന്. ശർക്കര മെൽട്ടായി വരുന്ന സമയത്ത് ഈ പഴം ഒന്ന് ചെറുതായി ഉടച്ചു കൊടുക്കണം. ഈ പഴത്തിലേക്കും കൂടി നന്നായി ശർക്കര പിടിക്കണം. ഈ സമയത്ത് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്കാക്കുരു പൊടിച്ചതും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ജീരകപ്പൊടി വേണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഇതൊന്നും ഇട്ട് കൊടുത്തില്ല. പഴവും ശർക്കരയും തേങ്ങയും കൂടി കലരുമ്പോൾ ഉണ്ടാകുന്നൊരു മണമില്ലേ, അത് തന്നെ നല്ലതായിരിക്കും. ഇത് എല്ലാം കൂടി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും റവ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ നല്ല കട്ടിക്കാണല്ലോ ഇരിക്കുന്നത്. 1/2 ഗ്ലാസ് പാല് കുറേശ്ശെ ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. ഇത് ഒരുപാട് ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല, എന്നാൽ അധികം കട്ടിയാകാനും പാടില്ല. ഇതുപോലെ കോരി ഒഴിക്കാൻ പറ്റുന്ന പാകത്തിലായിരിക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനീഗർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ബേക്കിംഗ് സോഡ പെട്ടെന്ന് ആക്ടിവേറ്റ് ആവും. വിനീഗർ ഒഴിച്ചത് കൊണ്ട് ഇതിന് പുളിപ്പ് രസമൊന്നും ഉണ്ടാവില്ല. ഇനി ഇത് എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഏത് പാത്രത്തിൽ വേണ്ടെങ്കിലും ഇത് വേവിച്ചെടുക്കാം. ഞാനിത് ഇതേപോലെ അലൂമിനിയം ഫോയിലിൻ്റെ കപ്പിലാണ് വേവിച്ചെടുക്കുന്നത്. ഈ കപ്പിലേക്ക് കുറച്ച് ബട്ടറും കൂടി ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഓരോ കപ്പിലും കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്ങില്ലേ, അതും കൂടി കുറേശ്ശെ വെച്ച് കൊടുക്കുക. കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല, 1 സ്പൂൺ അത്രയും വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ മേലെ കുറച്ചുകൂടി ഈ റവ മിക്സ് ഒഴിച്ചു കൊടുക്കുക. കപ്പിൻ്റെ 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇതേപോലെ ഉണക്കമുന്തിരിയും കൂടി വെച്ച് കൊടുക്കുക. ഇനി ഇത് ആവി വന്ന പാത്രത്തിലേക്ക് വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഇത് നന്നായി തണുത്തതിന് ശേഷം കപ്പിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇത് കണ്ടോ, ഫില്ലിങ്സ് ഒന്നും പുറത്ത് വന്നില്ല, നന്നായി വന്നിട്ടുണ്ട്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെഡിയായി. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.